ഫലസ്തീൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് മനസ്സിലാക്കുകയാണ് യൂറോപ്പും അറബ് ലോകവും ഒരുപോലെ. കഴിഞ്ഞയാഴ്ച സൗദിയിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഗസയും ഫലസ്തീനുമായിരുന്നു. ഇസ്രയേലിനും ഫലസ്തീനിനും രണ്ട് രാഷ്ട്രങ്ങളായി ജീവിക്കാനാകാതെ ഇനി പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകില്ല. ഈ ബോധ്യത്തിൽ ചിലത് സംഭവിക്കുകയാണ് സൗദിയിലും അറബ് ലോകത്തും. ഫലസ്തീനെ അംഗീകരിക്കാൻ ഇസ്രയേൽ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്ത് യുഎസും സൗദിയും പുതിയ കരാറിലേക്ക് എത്തുകയാണ്. ആണവ സഹകരണം ഉൾപ്പെടെ സൗദിയുമായി കരാറിന് യുഎസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു. ഫലസ്തീനെ അംഗീകരിക്കാതെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനാകില്ലെന്ന് സൗദി ആവർത്തിച്ചത് ഇസ്രയേൽ നിരസിച്ച സാഹചര്യത്തിലാണ് പുതിയ നീക്കം. എന്നാൽ യുഎസ് കോൺഗ്രസ് ഇതിന് അനുമതി നൽകുമോ എന്ന കടമ്പ മുന്നിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച റിയാദിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സൗദി യുഎസ് ബന്ധം, സൗദി ഇസ്രയേൽ ബന്ധം, സൗദി ഫലസ്തീൻ ബന്ധം, ഫലസ്തീന് സ്വന്തം രാജ്യം എന്നീ വിഷയങ്ങളിൽ സങ്കീർണമായ ചർച്ചകളും നീക്കങ്ങളുമാണ് നടന്നത്. യുഎസുമായുള്ള സൗദിയുടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. സൗദിയും യുഎസും തമ്മിൽ പ്രതിരോധ രംഗത്ത് മികച്ച ബന്ധമാണ് ഉള്ളത്. എന്നാൽ ആണവ സഹകരണം, സുരക്ഷാ സഹകരണം, കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ എന്നിവ സൗദിക്ക് നൽകാൻ ബൈഡൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇസ്രയേലുമായി സൗദി ബന്ധം സ്ഥാപിക്കണമെന്നതായിരുന്നു യുഎസിന്റെ നിലപാട്. അതിന് സൗദി പക്ഷേ തയ്യാറായിരുന്നു. എന്നാൽ പകരമായി ദ്വിരാഷ്ട്ര ഫോർമുല ഇസ്രയേൽ അംഗീകരിക്കണമെന്ന് സൗദിയും നിലപാട് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇസ്രയേൽ അതിന് തയ്യാറായില്ല. ഇതിന്റെ പേരിൽ പ്രതിരോധ രംഗത്തെ കരാറുകൾ നീട്ടരുത് എന്നാണ് സൗദിയുടെ പുതിയ നിലപാട്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ കരാറിന് യുഎസും സൗദിയും ഇസ്രയേൽ ബന്ധം എന്ന ഉപാധി താൽക്കാലികമായി ഒഴിവാക്കിയാണ് പുതിയ കരാറിൽ എത്തുന്നത്. സൗദിയുമായി ഏതൊരു പ്രതിരോധ സഹകരണത്തിനും ഇസ്രയേലുമായി അവർ ബന്ധം സ്ഥാപിക്കണം നിലപാടിലാണ് കോൺഗ്രസ്. ഇസ്രയേൽ ബന്ധമില്ലാതെ സൗദിയുമായി കരാർ സാധ്യമായാൽ പിന്നീട് സൗദി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് യുഎസ് കോൺഗ്രസിലെ ജൂതപക്ഷക്കാർ കരുതുന്നുണ്ട്. അതിനാൽ കരാർ കോൺഗ്രസ് എങ്ങനെ അംഗീകരിക്കുമെന്ന പ്രശ്നം മുന്നിലുണ്ട്. ഒക്ടോബർ 7 മുൻപ് യുഎസും സൗദിയും സുരക്ഷാ കരാറിൽ എത്താനായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഫലസ്തീൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ സൗദിയും ഒരുക്കമായിരുന്നു. ഇക്കാര്യം റിയാദിലെത്തിയ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നതാണ് സൗദിയുടെ നിലപാടെന്ന് കിരീടാവകാശിയും വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഫലസ്തീനെ രാഷ്ട്രമായേ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു നയിക്കുന്ന ഇസ്രയേലിലെ തീവ്ര ഭരണകൂടം. യുഎസിനാണെങ്കിൽ പശ്ചിമേഷ്യയിൽ സൗദി കൂടെയില്ലാതെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കില്ല. ഹൂത്തികൾക്കെതിരായ ചെങ്കടൽ സഖ്യത്തിലടക്കം സൗദി യുഎസിനൊപ്പം നിൽക്കാതിരുന്നത് യുഎസ് പദ്ധതികൾ അവതാളത്തിലാക്കിയിട്ടുണ്ട്. ചൈന, റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സൗദി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതും യുഎസിനെ വെട്ടിലാക്കി. ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര ഫോർമുല ഇല്ലാതെ ഇസ്രയേലുമായി ഇനി ബന്ധത്തിന് സൗദി തയ്യാറാകില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനാൽ ഇസ്രയേൽ ബന്ധം എന്ന ഭാഗം മാറ്റി നിർത്തിയാണ് പുതിയ കരാറിലേക്ക് യുഎസും ഇസ്രയേലും നീങ്ങുന്നത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഫലസ്തീനുമായുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ ഒറ്റ ഫോർമുലയേ ഉള്ളൂ: ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുക. അന്താരാഷ്ട്ര ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ ഫലസ്തീന്റെ അതിർത്തികൾ തീരുമാനിക്കുക. അതിന് തയ്യാറാവുകയാണ് യൂറോപ്പ്. അതിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞയാഴ്ച സൗദിയിൽ നടന്ന യോഗം. ഫലസ്തീനെ അംഗീകരിക്കാൻ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറലാണ് റിയാദിൽ പറഞ്ഞത്. അടുത്ത മെയ് മാസത്തോടെ യൂറോപ്പിലെ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ പിന്തുണക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനും അതിന് ലോകരാജ്യങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് സൗദി വിളിച്ച ആദ്യ യോഗമാണ് കഴിഞ്ഞയാഴ്ച റിയാദിൽ ചേർന്നത്. യൂറോപ്യൻ യൂണിയന് പുറമെ UK, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, ഇറ്റലി, പോർച്ചുഗൽ, സ്ലോവേനിയ, സ്പെയിൻ എന്നിവരുടെ വിദേശകാര്യ മന്ത്രിമാരോ സെക്രട്ടറിമാരോ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഫലസ്തീന്റെ രാഷ്ട്രരൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗം കൂടിയായിരുന്നു ഇത്. ഖത്തർ, UAE, തുർക്കി, ബഹ്റൈൻ, അൾജീരിയ എന്നിവരും ഫലസ്തീനൊപ്പം ഈ യോഗത്തിലുണ്ടായിരുന്നു. സൗദിയുടെയും ഫലസ്തീനെ രാഷ്ട്രമായി നേരത്തെ അംഗീകരിക്കാനും തയ്യാറായ
നോർവേയുടെയും മേൽനോട്ടത്തിലാണ് യോഗം വിളിച്ചത്. We have been working for a Palestinian state for 31 years, and I definitely want to recognize the Palestinian state. What we are discussing here with many other Europeans is to create the condition in which that recognition will actually have a strong effect on building a Palestinian state. And I had had excellent conversations with key Arab leaders and with President Mahmoud Abbas today, and also with like-minded Europeans on shaping a set of conditions where UN vote and bilateral. ദ്വിരാഷ്ട്ര ഫോർമുലയില്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ലെന്ന് നോർവേയുടെ വിദേശകാര്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അറബ് രാജ്യങ്ങളും യൂറോപ്പും ഒന്നിച്ചിറങ്ങാതെ വഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Particular group of countries, Arab and other Islamic countries, and a group of European countries to discuss, because I think that if we want to move this two-state solution forward, it will not happen from the parties. I do not believe that Israel is ready to negotiate at this point, and I do not think that the US is ready to take the necessary leadership. So I think an Arab-European leadership is the best we can hope for, and we want to contribute to it. ഫലസ്തീൻ എന്ന രാഷ്ട്രമേ പാടില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ. അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇനി ഇസ്രയേലിന് പിടിച്ചു നിൽക്കാനാകില്ല. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തോടെ ഗസ തരിപ്പണമാക്കിയെങ്കിലും ഫലസ്തീൻ ഇന്ന് അന്താരാഷ്ട്ര പ്രശ്നമാണ്. അത് അറബികളുടെ മാത്രം പ്രശ്നമല്ല. അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ക്യാമ്പസുകളെല്ലാം ഇളകി മറിയുന്നതും ഇക്കാരണങ്ങളാൽ തന്നെ. This problem did not begin on the 7th of October. This entire problem and catastrophe is really the product of 70 years of continued Israeli occupation and the rejection to recognize the inalienable rights of the Palestinians to achieve their globally, internationally recognized as. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിലേക്ക് വഴിയൊരുക്കാതെ ഇനി പശ്ചിമേഷ്യ സ്വസ്ഥമാകില്ല. Under aggression, occupation, lacking all kind of basic rights to exist on their original land. So without having their own right, that in closed door everybody recognizes it. But when it comes to reality and to have a solid situation, everybody is refraining. So come on. I think it's now the time for the world, if you would like really to have a serious solution. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് യൂറോപ്പിന്റെ പിന്തുണയോടെ സൗദി യോഗം വിളിച്ചതും. ആ യോഗത്തിൽ ഇത്രയധികം രാജ്യങ്ങൾ പങ്കെടുത്തതും സുപ്രധാനമായ നീക്കമാണ്. ഇറാൻ ഉൾപ്പെടെയുള്ളവരുമായും യമനിലെ ഹൂത്തികളുമായും ഇനിയൊരു സംഘർഷം സൗദി ആഗ്രഹിക്കുന്നില്ല. മേഖലയിലെ സമ്പൂർണ്ണ സമാധാനത്തിന് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുക മാത്രമാണ് വഴി. ഫലസ്തീനെ അംഗീകരിക്കാൻ അനുകൂലമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇസ്രയേലുമായി സൗദി ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് യുഎസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പിടിവാശിയിൽ നിന്നും ഇസ്രയേൽ പിന്നോട്ട് പോയിട്ടില്ല. റഫയിലേക്ക് പോകണോ റിയാദിലേക്ക് പോകണോ എന്ന് ഇസ്രയേൽ തീരുമാനിക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി പരോക്ഷമായി ഇസ്രയേലിനോട് ചോദിച്ചതും ഇതിനാലാണ്. വിട്ടുവീഴ്ചയ്ക്ക് ഇനിയും തയ്യാറാകാതിരുന്നാൽ നഷ്ടം ഇസ്രയേലിന് മാത്രമായിരിക്കും.